രക്തം ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ സുഗീഷിനെ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ളതുണ്ട്. ഇതിന് 1.5 മണിക്കൂർ നമ്മുടെ കൈ ബാൻഡ് ഇങ്ങനെ എയർ ബാൻഡ് ഇട്ട് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ കിടക്കുമ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാവും, നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ ഈ 1.5 മണിക്കൂർ നമ്മൾ ഈ വേദന സഹിച്ച് നിൽക്കുമ്പോഴും ആ വേദന മറ്റുള്ളവർക്ക് ഒരു സന്തോഷവും സമാധാനം നൽകുകയാണെങ്കിൽ ഈ വേദന ഇനിയും തുടരാൻ എനിക്ക് സമ്മതം തന്നെയാണ്, സന്തോഷം തന്നെയാണ് എന്നാണ് പറയാനുള്ളത്. എൻ്റെ പേര് സുഗീഷ് പുല്ലോടി. ഞാൻ പൊന്നൻ ലോക്കൽ കമ്മിറ്റി അംഗമാണ്, CPI പൊന്നൻ ലോക്കൽ കമ്മിറ്റി അംഗം, സെൻട്രൽ പുല്ലോടി ബ്രാഞ്ച് സെക്രട്ടറിയാണ്, കർഷക സംഘത്തിൻ്റെ തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗവും കൂടിയാണ്. അപ്പോൾ എനിക്ക് രക്തദാന മേഖലയിലേക്ക് ഞാൻ കടക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ പെങ്ങൾക്ക് ഒരു ഹാർട്ടിന് അസുഖം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ അവിടെയുള്ള എനിക്ക് മുതിർന്ന നേതാക്കന്മാർ ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചുകൊണ്ട് പെങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് രക്തം ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ചെറുതായിരുന്നു. അപ്പോൾ അന്നേരം എനിക്ക് ഈ രക്തത്തിനെ പറ്റിയിട്ടും അതിൻ്റെ പ്രാധാന്യത്തെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. പിന്നീട് എൻ്റെ അമ്മക്കും അതുപോലെ തന്നെ ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. ആ സമയത്തും ഒരുപാട് രക്തം ആവശ്യം വന്നപ്പോൾ അപ്പോഴാണ് ഈ രക്തത്തിൻ്റെ വില എന്താണെന്നും ഇതിൻ്റെ വിഷമം എന്താണെന്നും മനസ്സിലാക്കിയുള്ളത്. 17ാമത്തെ വയസ്സിൽ, എല്ലാവരും 18ാമത്തെ വയസ്സിൽ രക്തം കൊടുക്കാം, 18ാമത്തെ വയസ്സിലാണ് ആരംഭിക്കേണ്ടത്. ഞാൻ 18 എന്ന് കള്ളം പറഞ്ഞുകൊണ്ട് 17ാമത്തെ വയസ്സിൽ തന്നെ രക്തം കൊടുക്കാൻ വേണ്ടി ഞാൻ തയ്യാറായിട്ടുണ്ട്. ഏതാണ്ട് ഒരു 26 തവണ രക്തം കൊടുത്തു. അതിനുശേഷമാണ് മലബാർ ക്യാൻസർ സെൻറ്ററിൽ ഒരു രക്തം ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോയത്. അവിടെ പോയപ്പോഴാണ് എൻ്റെ ബോഡി ഫിറ്റ് കണ്ടപ്പോൾ, എൻ്റെ വെയിൻ നോക്കിയപ്പോൾ നിങ്ങൾ പ്ലേറ്റ്ലെറ്റ് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു പ്ലേറ്റ്ലെറ്റിൽ എന്താണെന്ന് പറഞ്ഞപ്പോഴാണ് ക്യാൻസർ രോഗികൾക്ക് കൊടുക്കുന്നതാണ് പ്ലേറ്റ്ലെറ്റ്. അതായത് മരുന്നുകൾക്കൊന്നും പ്രതിരോധ മരുന്നുകൾക്കൊന്നും ബെറ്റർ ആവുന്നില്ലെങ്കിൽ പ്ലേറ്റ്ലെറ്റ് ആവശ്യമായിട്ട് വരും. പക്ഷെ പ്ലേറ്റ്ലെറ്റ് എന്ന് പറയുന്നത് 1.5 മണിക്കൂർ നമ്മൾ കൈ അനങ്ങാതെ കിടക്കണം. അപ്പോൾ എൻ്റെ നോക്കിയതിന് ശേഷം മുതൽ ഡോക്ടർ എന്നോട് പറഞ്ഞു 15 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇത് കൊടുക്കാം, നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ തുടർച്ചയായിട്ട് 15 ദിവസം കഴിയുമ്പോഴേ ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു. എന്തായാലും ചെറിയ ചെറിയ പാർട്ടി പരിപാടികളിലുണ്ടെങ്കിലും ഒരു മാസത്തിൽ ഒരു തവണ എന്തായാലും ഞാൻ കൊടുത്തിരിക്കും. അങ്ങനെ ഇപ്പം 95ാമത്തെ തവണയാണ് ഞാനിത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഞാൻ തലശ്ശേരി BDK എന്ന് പറയും, ബ്ലഡ് ഡൊണേഴ്സ് കേരളയുടെ തലശ്ശേരി ഏരിയ ജോയിൻറ്റ് സെക്രട്ടറിയും കൂടിയാണ്. ഒരു പോസിറ്റീവ് ബ്ലഡിനെ പറ്റിയിട്ട് വിളിച്ചപ്പോൾ കിട്ടാത്ത ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് ഞാൻ വൈഫിനോട് ചോദിച്ചു, നിൻ്റെ പോസിറ്റീവിൽ കൊടുത്തൂടെ? അപ്പോൾ അവൾ ഇരുകൈ നീട്ടിക്കൊണ്ട് സമ്മതം പറഞ്ഞു. 6 തവണ ഭാര്യയും ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഭാര്യയുടെ അടക്കം ആദരിച്ചിട്ടുണ്ട്. രക്തം ആവശ്യമുണ്ടെന്ന് പറയുമ്പോൾ സുഗീഷിനെ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ളതുണ്ട്. എന്നെ വിളിച്ചാൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട്. ആ പ്രതീക്ഷ എന്നിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എൻ്റെ പാർട്ടി തന്നെയാണ്. ഈ രക്തദാന രംഗത്ത് പ്രവർത്തിച്ചതിന് നിരവധി വായനശാലകളും അതുപോലെ തന്നെ സാംസ്കാരിക സ്ഥാപനങ്ങളും സംഘടനകളും എനിക്ക് അവാർഡ് തന്നിട്ടുണ്ടായിരുന്നു. അതാണ് എന്നിലേക്ക് വീണ്ടും പ്രചോദനമാവുന്നതിന് മറ്റൊരു കാരണവും കൂടെ. അതുകൊണ്ട് തന്നെ എനിക്ക് പാർട്ടിയോട് ഭയങ്കര ആത്മവിശ്വാസം ഇപ്പോഴും ഉണ്ട്. കാരണം ഏതൊരു വിഷമഘട്ടത്തിലും പാർട്ടി എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. ഏതൊരു രംഗത്ത് ഇപ്പം വൈകുന്നേരങ്ങളിൽ രാഷ്ട്രീയ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി 10 11 മണിയൊക്കെ ആവും വീട്ടിലേക്ക് എത്തുക. എന്നാൽ പോലും യാതൊരു പരിഭവവും പറയാതെ എൻ്റെ കുടുംബം ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെയും എൻ്റെ കൂടെയുണ്ട് എന്നുള്ളതിനാണ് എൻ്റെ കരുത്ത്. പുതുതലമുറ നമ്മൾ ഈ രംഗത്തേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതലമുറയെ കീഴ്പ്പെടുത്തുന്നത് ലഹരികളാണ്. ലഹരിക്ക് അടിമപ്പെട്ടു വന്ന ഒരുപാട് മേഖലയിലുള്ള ആളുകളുണ്ട്. എല്ലാവരും എന്നല്ല, ഒരുപാട് ആൾക്കാർ മറിച്ചുമുണ്ട്. കാരണം ഇന്ന് സംഘടനാ രംഗത്തേക്കുള്ള ആളുകളൊന്നും ലഹരിയിൽ അടിമപ്പെടുന്ന സ്ഥിതി ഉണ്ടാവുന്നില്ല. അതേസമയം സംഘടനയിൽ നിന്ന് വിഭിന്നമായിട്ടുകൊണ്ട് വേറെ തന്നെ ഒരു ഇരുട്ട് മുറിയിലേക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലേക്ക് തലകുനിച്ചുകൊണ്ടുള്ള യൗവനമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അവരെ നമുക്കിതിലേക്ക് ഈ രക്തദാനത്തിലേക്ക് രംഗത്തേക്ക് പിടിച്ചു കൊണ്ടുവരാൻ എനിക്ക് ഒരുപാട് സാധിച്ചിട്ടുണ്ട്. അവരിനിയും ഈ രംഗത്തേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. കാരണം എന്ന് പറയുന്നത്, ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ലെങ്കിൽ ഈ സമൂഹത്തിൽ വലിയ പ്രശ്നം തന്നെയാണ് ഉണ്ടാവുക. പോലീസ് മർദ്ദനം എനിക്ക് ഏറ്റിട്ടുണ്ടായിരുന്നു. പോലീസ് മർദ്ദനം ഏറ്റെടുത്ത് മുത്തങ്ങ സമരം ഉണ്ടായിരുന്നു. മുത്തങ്ങയിൽ ആദിവാസീനെ വെടിവെച്ച് കൊന്ന ഒരു സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് SP ഓഫീസ് മാർച്ച് നടത്തിയപ്പോൾ എന്നെ കെട്ടിയിട്ട് ക്രൂരമായിട്ട് പോലീസ് മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തലവേദനകളും, തലക്ക് 5-8 സ്റ്റിച്ചുണ്ട്, അടുത്ത കൈയുടെ ഷോൾഡർ പ്രശ്നമുണ്ട്. ആ വേദനകൾ ഇന്നും എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ പോലും ഈ പ്രസ്ഥാനത്തിനോടൊപ്പം തന്നെയാണ് നിന്ന് പ്രവർത്തിക്കുകയാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ എതിരാളികളുടെ മർദ്ദനം
എൻ്റെ മർദ്ദനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എന്നെ വല്ലാത്ത രീതിയിലും ആക്രമിക്കാൻ ശ്രമിച്ചിട്ടും ഞാൻ ഇപ്പോഴും ഈ പ്രസ്ഥാനത്തിനൊപ്പം തന്നെ നിൽക്കുകയാണ്. ഇനി മരണം വരെയും ഈ പ്രസ്ഥാനം തന്നെയായിരിക്കും എൻ്റെ കൂടെ ഉണ്ടായത്.